സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് രാമനും ഖദീജയും എന്ന ചിത്രത്തിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതയായ അപർണ ഹരിയാണ്. അപർണ ഹരി, ആദ്യം തന്നെ നമസ്കാരം. വിഷുദിനാശംസകൾ നേരുകയാണ് ഈ ഒരു ദിവസം. ആദ്യം തന്നെ നമുക്ക് സിനിമയിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് വിഷു അല്ലേ, നമുക്ക് വിഷുവിനെ കുറിച്ച് തന്നെ ആവാം. ആയിക്കോട്ടെ. വിഷു എന്ന് ആ ഒരു ഓർമ്മയിലുള്ള വിഷു എങ്ങനെയുള്ളതാണ്? എൻ്റെ ഓർമ്മയിലുള്ള വിഷു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കൂട്ടുകുടുംബത്തിൽ ആണ്, എൻ്റെ ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ 6 കസിൻസൊക്കെയാണ്. അപ്പം എപ്പോഴും അതൊരു ഉത്സവം പോലെ. ഈവൻ തോ വിഷു അല്ലെങ്കിൽ പോലും ദിവസം നമുക്ക് ഉത്സവം പോലെ, കാര്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം അതുപോലെയല്ല. കാര്യം എല്ലാവരും പല സ്ഥലങ്ങളിലോട്ട് പോയി, പഠിത്തത്തിനും കല്യാണം കഴിഞ്ഞൊക്കെ പല സ്ഥലത്തായി. അപ്പം പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പം ഇപ്പം വിഷു വല്ലാണ്ട് മിസ് ചെയ്യുന്നെന്നാണെങ്കിൽ പറയാം. ഇപ്പൊ വിഷു നാട്ടിലുണ്ടാവാറുണ്ടോ? ഈ ഒരു വിഷുവിനൊക്കെ ഈ വിഷുവിന് ഞാൻ നാട്ടിലുണ്ടാവില്ല മിക്കവാറും. കാര്യം ഞാനിപ്പോൾ എറണാകുളത്തോട്ട് സെറ്റിൽ ആയതുകൊണ്ട് തന്നെ മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും. എനിക്കത് മിസ് ചെയ്യും എന്തായാലും. പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുക. ഇപ്പം വല്ലാണ്ട് മിസ് ചെയ്യും. അപ്പം ഈ ഒരു വിഷുക്കണിയൊക്കെ ഇല്ലേ, അതല്ലേ നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നുന്നതാണ് വിഷുക്കണി. അപ്പൊ വിഷുക്കണിയൊക്കെ വീട്ടിൽ ആരാ വെക്കാറ്? വിഷുക്കണി സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ പിള്ളേരെ കൊണ്ട് ചെയ്യാൻ അച്ഛനും അമ്മയും അങ്ങനെ സമ്മതിക്കാറില്ല. കാര്യം ഈ ഉണ്ണിയപ്പവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ കട്ടു നിന്നുമല്ലോ. ആൻഡ് ഇത് രാവിലെ എഴുന്നേറ്റ പാടെ നമ്മൾ കാണണം, ഒരു ഫ്രഷ്നെസ്സോടെ കാണണം എന്നുള്ളൊരു സാധനമാണല്ലോ പാരൻസിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ അച്ഛമ്മയും അമ്മയും ആൻറ്റിയും ഇവരൊക്കെ കൂടെ ഇരുന്നാണ് ചെയ്യാറ്. എന്നിട്ട് രാവിലെ നമ്മൾ ഇടയ്ക്ക് പോയി കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കാണാത്ത പോലെ അഭിനയിക്കും. അതാ. രാമനും ഖദീജയും എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് അപർണ. അപ്പൊ എങ്ങനെയായിരുന്നു ചിത്രത്തിലേക്കുള്ള ആ ഒരു എൻട്രി? ഓക്കെ, സിനിമ എൻ്റെ കുഞ്ഞിലേ ഉള്ളൊരാഗ്രഹമായിരുന്നു. എങ്ങനെ എപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഓഡീഷൻസ് കുറേ അപ്ലൈ ചെയ്യും, കുറേ ഓഡീഷൻസ് പോയി അറ്റൻഡ് ചെയ്യും, റിജക്ഷൻസ് ഫേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇതിനെപ്പറ്റി, രാമനും ഖദീജയെ പറ്റി അറിയുന്നതും, ടീം അപ്രോച്ച് ചെയ്യുന്നതും, അവരോട് ഓഡീഷൻ ചെയ്യുന്നതും, പിന്നെ സെലക്റ്റഡ് ആവുന്നതും എല്ലാം ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ. പാരന്റ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. തീർച്ചയായിട്ടും പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഈവൻ അച്ഛനാണോ അമ്മയാണോ? അല്ല, 2 കണ്ണ് നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അച്ഛനാണോ അമ്മയാണോ? എനിക്ക് ആക്ച്വലി അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം വീട്ടിലോട്ട് പോകണല്ലോ. അതല്ല, സംഭവം എന്താന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും ഒരേപോലെ തന്നെ ഈക്വലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ തോ ചില പോയിന്റിൽ എനിക്ക് പറ്റുന്ന പരിപാടിയാണോ, ഗിവ് അപ്പ് ചെയ്യാം എന്നൊരു സ്ഥാനത്തിൽ എത്തുമ്പോൾ പോലും അവരാണ് എന്നെ പുഷ് ചെയ്തിട്ടുള്ളത്. എന്തിനും എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് പാരൻസ് നിന്നിട്ടുണ്ട്. അപ്പോ അപർണന്റെ ഈ ഒരു ലുക്കിൽ നിന്നും ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടറിന് ഒരുപാട് ചേഞ്ച് ഉണ്ട്. നമ്മൾ സിനിമയിലെ പരിമളം പോലെയാണ് ആ ഒരു ചിത്രത്തിലേക്കുള്ള ചേഞ്ച്. ആൾക്കാരൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? അപർണയല്ലേ എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുന്നുണ്ടോ? ക്യാരക്ടർ മേക്ക് ഓവർ ഒരു ഭയങ്കര സംഭവമായിരുന്നു. കാര്യം ഖദീജയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമായിരുന്നു. അതൊരു നാടോടി പെൺകുട്ടി. നമുക്ക് കാണുമ്പോ തന്നെ അത് തീർച്ചയായിട്ടും ഫുള്ള് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സാധനം ഉണ്ട്. എന്നാൽ കൂടിയും ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. കാര്യം ഇത് ബേക്കൽ ഭാഗത്തായിരുന്നു ഷൂട്ട് ഉണ്ടായി. അപ്പം ഭയങ്കര വെയില. അപ്പൊ രാവിലെ തന്നെ മേക്കപ്പ് മൊത്തം വന്നിട്ട് ബ്രൗൺ സ്കിന്നിങ്ങനെ അടിക്കും. പക്ഷെ എനിക്ക് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ടാനായി ഭയങ്കരമായിട്ടും ബ്രൗൺ ആയി. സ്കിൻ അങ്ങനെ തന്നെ ഒരു കളറായി. ലിറ്ററലി മേക്കപ്പ് മാനോട് ഫൗണ്ടേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് റിക്കവർ ആവാനും കുറച്ച് ടൈം എടുത്തു. ബട്ട് സ്റ്റിൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് സെറ്റ്? എങ്ങനെയാണ് ആ രാമനും ഖദീജയും എന്ന സിനിമയിൽ ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു സെറ്റൊക്കെ എപ്പോഴും, ഇനി എത്ര ഉയരത്തിലെത്തിയാലും ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അത് നമ്മുടെ എപ്പോഴും ഓർമ്മയായിരിക്കും. എങ്ങനെയായിരുന്നു ആ ഒരു സെറ്റിലെ അനുഭവങ്ങളൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ രാമനും ഖദീജ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഇങ്ങനെ ഒരു സിനിമ സെറ്റ് കാണുന്നത് പോലും ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതും. അപ്പം വലിയൊരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ കൂടിയും അസിസ്റ്റൻസ് ആവട്ടെ, ഡയറക്ടേഴ്സും എല്ലാവരും ഒന്നിനൊന്ന് ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതായത് ഇപ്പം എസ്പെഷ്യലി പുതിയതായിട്ടൊരു ഫീൽഡിലോട്ട് വരുമ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും.
എന്താ ചെയ്യണ്ടേന്ന് വലിയ പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ ആ ഒരു ഫീലിംഗ് എനിക്ക് തന്നില്ല. ലൈക്ക് ബിഗിനർ ആണെന്നൊരു സാധനം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അതിൻ്റെ രീതിയിൽ അവരെനിക്ക് സപ്പോർട്ട് തന്നു, പറഞ്ഞ് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ സെറ്റ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു. സോ അഭിനയത്തിലൂടെ മാത്രമല്ല മോഡലിംഗ് രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപർണ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവരൊക്കെ. അപ്പോൾ അപർണയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കാസ്റ്റിംഗ് കൗച്ച് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇതുവരെയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യം ഞാൻ വർക്ക് ചെയ്ത ടീമാണെങ്കിലും അല്ലെങ്കിൽ താങ്ക് ഗോഡ് എൻ്റെ ഇപ്പം ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ടീമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പാണ് ഞാൻ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഫേസ് ചെയ്തിട്ടുള്ളതും സ്റ്റിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് ഇൻഡസ്ട്രിയിൽ. സോ ഞാൻ അത് ഒരിക്കലും ഇഗ്നോറൻ്റ് ആവില്ല. പക്ഷെ എന്താ അറിയില്ല, എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഇൻഡസ്ട്രിയിലെ എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പം. ലൈക്ക് ഏതൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് അവർക്കുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അതിൻ്റെ സപ്പോർട്ടും ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയില്ല. ഇപ്പൊ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയോ ഷൂട്ട് എങ്ങാനും നടക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് പ്രോജക്ട്സ് ഇപ്പം ചെയ്തു ഓൾറെഡി ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തിയേറ്റർ മൂവി തിയേറ്ററിലൊരു മൂവി ഇറങ്ങി ഒരു ബിഗ് സ്ക്രീനിൽ കയറിയെന്ന് വെച്ചിട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന് അപ്ലൈ ചെയ്യാതിരിക്കണം എന്നല്ല. ആസ് എൻ ആക്ടർ എൻ്റെ ആഗ്രഹം എനിക്കൊരു സ്പേസ് വേണം ആക്ട് ചെയ്യാൻ. സോ ഞാനിപ്പോൾ അത്യാവശ്യം പ്രോജക്ട്സ് ചെയ്തു, ചില പ്രോജക്ട്സ് ഡിസ്കഷനിലാണ്, നോക്കാം. കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു സിനിമാ നടി ആവണം? നമുക്ക് ടി വി ഒക്കെ കാണുമ്പോൾ തോന്നാറില്ലേ അഭിനയിക്കുമ്പോൾ എനിക്കും അങ്ങനെ ആവണമായിരുന്നു? അങ്ങനെയാണോ അതോ എങ്ങനെയാണ് ഈ ഒരു സിനിമാ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ കാരണം? ഞാൻ ചെറുപ്പത്ത് ഈ കണ്ണാടിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചുമ്മാ അതെല്ലാവർക്കും അതാ ഇപ്പം പോട്ടെ ആക്ടിങ് പോട്ടെ, ഇപ്പം രഞ്ജിനി ഹരിദാസിനെ പോലത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അവരിന്ന് നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കുമല്ലോ. അപ്പം ഉള്ളിൽ മീഡിയയോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ക്രിയേറ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവൻച്വലി ആക്ടിങ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും എനിക്ക് ഇതിനകത്തൊരു ഒരു സ്പേസ് ഉണ്ട് എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. സോ ഐ എം ബ്ലെസ്ഡ്. ജേർണലിസം ഫീൽഡിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതാണ് പഠിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്താ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്നതെന്നല്ല, ഞാൻ പഠനത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇന്റേൺഷിപ്സ് ചെയ്തു. ഞാൻ ഇപ്പം റെഡ് എഫ് എമ്മിലാണെങ്കിലും പഠനം കോളേജ് കഴിഞ്ഞിട്ട് റേഡിയോ മിർച്ചിയിലാണെങ്കിലും ഞാൻ റേഡിയോയിലായിരുന്നു കൂടുതലും. ഞാനത് ചോദിക്കാൻ റേഡിയോയിലാണല്ലേ താല്പര്യം? റേഡിയോ താല്പര്യം എന്നല്ല, ഞാൻ അങ്ങോട്ടേക്കാണ് ഇന്റേൺഷിപ്സ് കൂടുതൽ എനിക്ക് കിട്ടിയതും. പക്ഷെ ഇവൻച്വലി അത് ഒരു ഇൻട്രസ്റ്റ് ആയി മാറി. അതിനുശേഷമാണ് ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയത്. ശബ്ദം കൊടുത്ത് ചെയ്യാറുണ്ട്. അതും എനിക്കൊരു പാഷനായി മാറി, ആക്ടിങ് പോലെ തന്നെ. സോ അങ്ങനെയൊക്കെ. ഈ വിഷു ദിനത്തില് ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സിനിമയെ കുറിച്ചും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വിഷു എന്ന് പറയുമ്പോ അമ്മ വീട്ടിലൊക്കെ പോവുമല്ലോ, അങ്ങനെ പോവാറുണ്ടോ? പോവായിരുന്നു, ഇപ്പൊ ഇല്ല. അതും ഈ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിട്ടുന്ന സമയം വളരെ ചുരുക്കമാണ്. എല്ലാവരും പല സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പം പണ്ട് കാലത്തുണ്ടായിരുന്നു അമ്മ വീട്ടിൽ പോന്നു. അവിടെ ആകുമ്പോ അമ്മക്ക് മറ്റേ അമ്മ വീട്ടില് പശുവും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അമ്മ വീട് എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പശു, കിളികള്, അതൊക്കെയാണല്ലേ. അപ്പം അതുപോലെ തന്നെ ചോദിച്ചോട്ടെ, മോഡലിംഗ് ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഇപ്പം എറണാകുളത്ത് തന്നെയാണ്, നമ്മുടെ കാഞ്ഞങ്ങാടൊന്നും ഇല്ലാന്ന് പറയുന്നത് കേട്ടു, ശരിയാണോ? ഞാൻ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. ലൈക്ക് എറണാകുളത്തെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യും, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എനിക്ക് ട്രാവലിംഗ് തന്നെ മടുത്തു. ലൈക്ക് ഏത് സമയം ഞാൻ എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഐ തോട്ട് മേ ബി എറണാകുളത്ത് സെറ്റിൽ ആവാം. പക്ഷേ ഇവൻച്വലി അതെന്നെ ഹെൽപ്പ് ചെയ്തു. കാര്യം എനിക്ക് കുറച്ചും കൂടി കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടി കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെയാണ്. സോ എനിക്ക് എൻ്റെതായിട്ടുള്ള ആക്ടിങ് എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടി പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഓഫ്കോഴ്സ് എറണാകുളം മീഡിയ ഹബ്ബാണ്. സോ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് മാറിയത്. ഇപ്പൊ എന്നും ബിസി ആണല്ലേ?
മോഡലിംഗ് ആയാലും നമ്മള് കഴിഞ്ഞ തവണ ഓണത്തിനെങ്ങാണ്ട് നമുക്ക് ഡേറ്റ് കിട്ടിയില്ല. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഫുൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി ഒരു ബ്രേക്ക് എടുത്താലോ? കുറേ സമയമായില്ലേ നമ്മള് അപർണയുടെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി നമുക്ക് കേൾക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഹരേ ഷോർട്ട് ബ്രേക്ക്. അപർണയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോവാം. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. വലിയ ഗെയിമൊന്നും അല്ല, നമ്മൾ ഓട്ടം ചാട്ടം ഒന്നും അല്ല. റെഡി ആയിരിക്കും. ചെറിയൊരു കുസൃതി ചോദ്യം, ഒരു 4-5 കുസൃതി ചോദ്യമാണ്. നമുക്ക് മെന്റലി പവറും എങ്ങനെയാണെന്ന് നോക്കാലോ. അപ്പൊ ശരി, ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? ഷർട്ടിൽ ടീഷർട്ട് ആണോ? അതെ, പുലിയാണല്ലോ. ശരി, അപ്പൊ അടുത്ത ക്വസ്റ്റിനിലോട്ട് തന്നെ പോവാ അല്ലെ? ഇത് ഞാൻ എല്ലാ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്വന്തമായി കസേരയുള്ള മാൻ. സ്വന്തമായി കസേരയുള്ള മാൻ, അതും ഇപ്പൊ കിട്ടും. കസേരയുള്ള മാൻ. സ്വന്തമായി കസേരയുള്ള മാൻ. ഓ, ഞാൻ ഇനി ചോദ്യം ഒന്നും കൂടെ ചോദിച്ചാലും ഓർത്ത് നോക്കും. അതുകൊണ്ട് ഞാൻ ഇനി സ്വന്തമായി കസേരയുള്ള മാനോ? എന്തെങ്കിലും ഹിന്റ് ഉണ്ടോ? നമ്മളങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആയോണ്ട് തരാം. എന്തായിരിക്കും? നമ്മൾ എന്തിലാ ഇരുന്നിട്ടുള്ള? അടിപൊളിയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാല് മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതായിരിക്കും? മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവികളും ഏകദേശം അങ്ങനെ. പാത്രമോ? പാത്രം. അയ്യോ, നമ്മളെ ക്യാമറാമാന്മാരുടെ മുഖത്തൊക്കെ ചിരിയുണ്ട് കേട്ടോ. എല്ലാവർക്കും കിട്ടി. ഒരു ഹിന്റ്. അതിനി ഹിന്റ് തന്നെ ഞാൻ ഉത്തരം തന്നെ പറഞ്ഞു പോകും. നമ്മള് മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളായാലും എല്ലാ ജീവികളും. കാല് വെക്കുന്ന പാത്രോ? എന്തായിരുന്നു? മനുഷ്യൻ ആദ്യം കാല് കുത്തിയ പാത്രം. എന്റെ അമ്മേ, ഞാൻ ഉത്തരത്തിൽ തന്നെ പോയി. ഞാൻ പറയട്ടെ? സുല്ല് പറഞ്ഞോ? ഞാൻ പറയാം. ഗർഭപാത്രം. ഇതാരുണ്ടാക്കി ചോദ്യം? അടുത്തത് ചോദിക്കട്ടെ? കുറച്ച് റെസ്റ്റ് വേണോ? വെള്ളം. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ അത് ഇല്ലാണ്ട് പറ്റൂല നമുക്കൊന്നും. ഇപ്പം ഈ ചൂടിന് ഒട്ടും പറ്റൂല. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. ദൈവമേ, ഞാൻ എന്ത് ബാഡ് ഇതില്. എനിക്ക് നാളേക്കടെ എന്ത് കട്ടിയോ? ഇനി വീട്ടിൽ പോയി 10 പ്രാവശ്യം ഇത് എഴുതണം കേട്ടോ. മിക്കവാറും. ഞാൻ പറയാം, ഇലക്ട്രിസിറ്റി. ഞാൻ കൊറേ ക്ലൂ കൊടുത്തോട്ടോ, പക്ഷെ ഇവിടെ ആള് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും. ഞാൻ ജസ്റ്റ് കേട്ടിരിക്കുന്നു. പക്ഷെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഈ ഹിന്റ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു സാധനം നമ്മൾ ഇങ്ങനെ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആൾക്കാർക്ക് ബോറായിരിക്കും. നമ്മുടെ പ്രേക്ഷകരെ കുറച്ചും കൂടെ ഇതിലോട്ടൊന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാണ് നമ്മൾ ഇതൊക്കെ ഏർപ്പെടുത്തിയത്. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിന് ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 28 ദിവസം ഉള്ള മാസം. ഫെബ്രുവരി. 28 മാസമുള്ള എല്ലാ മാസത്തിലും 28 സോറി, ഐ എം സോ സോറി. ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെയാണ് അത് പറഞ്ഞത്. പക്ഷെ ഫെബ്രുവരി ആണ്.
പക്ഷേങ്കില് എല്ലാ മാസവും 28 ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് വളരെ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. കുസൃതി ചോദ്യമാണ് ഉദ്ദേശിച്ചത്. ഞാൻ കുറച്ച് കുരുട്ടായി ചിന്തിക്കുന്ന ആളായോണ്ട് ഞാൻ അതൊക്കെ മാക്സിമം ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി കട്ട് ചെയ്തിട്ട് വേറെ ചോദ്യത്തിലോട്ട് തീർന്നു ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, എന്നെ നാറ്റിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു പക്ഷേ ബ്രില്യന്റ് ആണ്. കുസൃതി ചോദ്യം പൊതുവെ ഈ കുറുക്ക് ബുദ്ധി ഉള്ളവർക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് വന്നതെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇനിയൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ആവാം. ആയിക്കോട്ടെ. ഈ ക്വസ്റ്റ്യൻസ് അല്ല, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ എറണാകുളമൊക്കെ നിൽക്കുമ്പം അവിടെയോ ആയിട്ട് സെറ്റ് ആയോ ഇപ്പം? തീർച്ചയായിട്ടും. എനിക്ക് കുറച്ചും കൂടി നാടിന് ലൈക്ക് നാട് വേറെ. നമുക്ക് ഒരിക്കലും നാടും എറണാകുളത്തെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എറണാകുളത്ത് കുറച്ചും കൂടി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. സെയിം ഫീൽഡാണ്, ഒരേ കമ്മ്യൂണിറ്റി. അപ്പം നമുക്ക് ഗ്രോ ചെയ്യാനും ഒരു സ്പേസ് എനിക്ക് അവിടെ ഉണ്ട്. പക്ഷെ നാട്ടിൽ വരുമ്പം നിങ്ങളുടെയൊക്കെ സ്നേഹം, കുടുംബക്കാരുടെ സ്നേഹം, ഇതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കത് രണ്ടും ഒരിക്കലും എറണാകുളത്തെയും നാട്ടിലത്തെ ലൈഫ് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈവൻ കുറെ നാൾക്ക് ശേഷം ഞാൻ ഇപ്പൊ നാട്ടിലോട്ട് വന്നേ, എനിക്ക് വല്ലാണ്ട് മിസ്സായിട്ട് തന്നെ ഞാൻ വന്നേ. അപ്പൊ നാളെ തിരിച്ചു പോവാ. കൂട്ടിനാരാ ഉള്ള വീട്ടില്? അനിയൻ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകുടുംബാണ്. അപ്പം നമ്മള് 13-14 മെമ്പേഴ്സ് ഉണ്ട്. എനിക്ക് അനിയത്തിയാണ്, അവളിപ്പോ ബാംഗ്ലൂരാ ജോലി ചെയ്യുന്നത്. അമിഷ എന്നാണ് പേര്. രണ്ടുപേരും നല്ല കൂട്ടാണോ? ഓ പിന്നെ അടിപിടിയൊക്കെ. ഇവനത്തെ അവളാണ് എന്നെക്കാട് ചെറുതെങ്കിലും ചില സമയങ്ങളിൽ അവളാണ് എന്റെ ചേച്ചി. ഞാൻ എന്തെങ്കിലും അഡ്വൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ അവൾ എന്നോട് ദേഷ്യപ്പെടുമ്പോ ഞാൻ തന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇത്രയും പേടിക്കുന്നത്, ഞാനല്ലേ ചേച്ചി. നമ്മുടെ ബോണ്ട് അങ്ങനെയാണ്. പക്ഷെ അപ്പൊ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ അനിയനായാലും ചേച്ചി ആയാലും അനിയത്തി ആയാലും നമ്മൾ അപ്പൊ തന്നെ മിണ്ടുമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അമ്മയോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളാണ്. സോ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അനിയത്തി ഈ ഫീൽഡിനോട് ഭയങ്കര മോട്ടിവേറ്റഡ് ആണോ ഈ കാര്യത്തില്? അവള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവൾക്കും കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫീൽഡിലോട്ട്. ഞാൻ വിചാരിച്ച, സത്യം പറഞ്ഞ ഞാൻ നല്ല എന്റെ കുടുംബക്കാർ മൊത്തം വിചാരിച്ചത് അവളായിരിക്കും ഈ ഫീൽഡിലോട്ട് കടക്കുക എന്നുള്ളത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടീവ് ആണ്, എല്ലാത്തിനും നല്ല സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാള്. ഭവ്യ, നമുക്ക് ഈ ഒരു ഇത് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നില്ല അല്ലേ? നമ്മൾ ആദ്യം വിചാരിച്ച ഇങ്ങനെ അല്ല കേട്ടോ. നമ്മള് ഇത്രയൊന്നും സംസാരിക്കുന്ന പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പം നിർത്താൻ തോന്നുന്നില്ല. നമുക്ക് അരമണിക്കൂറാണ് ഇവിടെ ടൈം ഉള്ളത്. അപ്പം ഇത്രയും സമയം നമ്മളോട് സംസാരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, വിലപ്പെട്ട സമയമാണെന്ന് നമുക്കറിയാം. നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മള് കൂടുതലായിട്ട് എന്തെങ്കിലും ഭവിക്ക് ചോദിക്കാനുണ്ടോ? നമുക്ക് ഈ ഒരു സമയം ഇനിയൊരു ഗെയിം കൂടി ഉണ്ട്. അയ്യോ, അടുത്ത ശരി. അപ്പൊ നമുക്ക് കുറച്ച് സമയമാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു വലിയൊരു സെലിബ്രിറ്റിനെയാണ്. അപ്പം നാളെ ഇനി നമുക്ക് കിട്ടാതായി പോകും. അപ്പൊ മാക്സിമം നമ്മള് ചോദിച്ചോളൂ. ഒന്നുമില്ല, സിമ്പിൾ ഗെയിമാണ്. ഞാനൊരു അക്ഷരം പറയും, പിന്നെ ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആ അക്ഷരം വെച്ചിട്ട് വേണം ആൻസർ പറയാൻ. അടിപൊളി. അത് നല്ലതാണ്. ഒരു ചലഞ്ചായി എടുക്കുന്നതല്ലേ നല്ലത്? അതെ, കുസൃതി ചോദ്യം അല്ലല്ലോ. അക്ഷരം വേണമെങ്കിൽ അപർണയ്ക്ക് തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അക്ഷരം പറയാം. ആണോ? ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞു. എന്തായാലും ചാലഞ്ച് അല്ലേ. മാ വെച്ചിട്ട് വേണം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. ഓക്കെ. അപ്പോ അപർണേന്റെ അച്ഛന്റെ പേരെന്താ? മാമുക്ക. അപർണ ഏത് സ്കൂളിലാണ് പഠിച്ചത്? മാവേലിക്കര ഹയർ സെക്കൻഡറി സ്കൂൾ. അപർണേന്റെ അനിയത്തിന്റെ പേരെന്താ? മാളവിക. അപർണേന്റെ വീട് എവിടെയാ? മാവേലിക്കര. അപർണ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപർണയ്ക്ക് അഭിനയം ഇഷ്ടമാണോ? മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇഷ്ടമാണ്. അപർണ പുലിയാണ് കേട്ടോ. അപ്പോ അപർണ ഇപ്പൊ വരുമ്പോ എങ്ങനെയാ വന്നത്? മാമന്റെ കൂടെ. അപ്പൊ അപർണയുടെ കൂടെ എനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അപർണ ഇതിൽ വിജയിച്ചു. അപർണ ബ്രില്യന്റ് ആണ്. ചോദ്യത്തിൽ മാത്രമേ കുറച്ച്, പക്ഷെ അത് മാക്സിമം ശ്രമിച്ചു കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യം അങ്ങനത്തെ ആയോണ്ടാണ്. പക്ഷെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ബ്രില്യന്റ് ആണ് കേട്ടോ. മാവേലിക്കരയിൽ പഠിച്ച എന്തൊക്കെയാ തള്ളിയത്. സ്കൂൾ ഉണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ മാമന്റെ കൂടെയാ വന്നത്. അല്ല, ശരി.
ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഇനി അപർണയെ കുറിച്ച് ഏകദേശ കാര്യങ്ങൾ നമ്മള് അറിഞ്ഞു അല്ലേ? അപ്പൊ ഇനി മാക്സിമം ഈ ഒരു ഫീൽഡിൽ തിളങ്ങാൻ പറ്റട്ടെ. ഇപ്പൊ തന്നെ മാക്സിമം തിളങ്ങുന്നുണ്ട്, സമയം ഇല്ല, ആ ഒരു അവസ്ഥയാണ്. എങ്കിലും എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. ഈ ഒരു ദിവസം നല്ലൊരു ചിൽച്ചില്ലായ ഒരാളെയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഓക്കെ, അപ്പം ഈ വിഷുദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അതിൽ നമ്മളൊന്ന് വിട്ടുപോയി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇതെന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് സിറ്റി ചാനലുമായിട്ടും. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഭയങ്കര നെർവസ് ആയിരുന്നു വന്നപ്പം. കാര്യം മീഡിയ ഫീൽഡിലാണ് ഞാനും. അപ്പം അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള പരിചയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവർ രണ്ടുപേര്. സോ ആ ഒരു നെർവസ്നെസ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇല്ല. നിങ്ങളും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നല്ലൊരു എൻവയോൺമെൻറ്റാണ് ഇവിടെ. സോ ഐ എം സോ എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച് സിറ്റി ചാനൽ, എനിക്ക് ഇങ്ങനെ ഒരു ടൈം തന്നതിലും ഇങ്ങനൊരു ഇൻട്രാക്ഷൻ. ഐ എം സോ ലക്കി. താങ്ക് യു സോ മച്ച്. ഇനിയും ഭാവിയിൽ എനിക്ക് ഇതുപോലെ കുറച്ചും കൂടി ടൈം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിഷു ആശംസിക്കുകയാണ്. എല്ലാ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ.